ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 10th ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെൻസസിന്റെ 6ാമത്തെ പാർട്ടുമായിട്ടാണ്. ഇതുവരെയുള്ള പാർട്ട് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Is it possible to find how many times the size of the image is to the size of the object? ഇത്രയും നേരം നമ്മൾ കോൺകേവിന്റെയും കോൺവെക്സിന്റെയും ഒക്കെ ഇമേജ് ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ് ഇമേജ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് അല്ലെ, മാഗ്നിഫൈഡ് ആണ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ എത്ര മടങ്ങ് ചെറുതാണ് അല്ലെങ്കിൽ എത്ര മടങ്ങ് വലുതാണ്, അങ്ങനെ നമുക്ക് പറയാനാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പറയാനാവുന്ന ഒരു ടേം ആണ് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു how many times the height of the object is to the height of the image. അതായത് നമ്മളുടെ ഇമേജ് അല്ലെ, നമ്മളുടെ ഇമേജിന്റെ ഹൈറ്റിനെ കൊണ്ട് എന്തിനെ ഡിവൈഡ് ചെയ്താൽ മതി? ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താ, നമ്മളുടെ ഇമേജിന്റെ ഡിസ്റ്റൻസ് ഉണ്ടാവല്ലോ അല്ലെ, അതിനെ കൊണ്ട് എന്തിനെ ഡിവൈഡ് ചെയ്താൽ മതി? ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. നമുക്ക് നോക്കാം. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. എന്താണ്? ഇമേജിന്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇമേജിന്റെ ഹൈറ്റ് അല്ലെ. എച്ച് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. അപ്പോ ഇമേജിന്റെ ഹൈറ്റിനെ കൊണ്ട് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? മാഗ്നിഫിക്കേഷൻ ആണ് കിട്ടുക. മാഗ്നിഫിക്കേഷൻ ആയതുകൊണ്ട് എം ഇസ് ഈക്വൽ ടു എന്നാണ് നമ്മൾ എഴുതുക. എന്താണ്? എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാം. അതായത് ഈ ഹൈറ്റ് ഓഫ് ദ ഇമേജിന് പകരം നമ്മൾ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം അല്ലെ, അതായത് ഡിസ്റ്റൻസ് ടു ദ ഇമേജ് അല്ലെ, ഇമേജിലേക്കുള്ള ദൂരം അതെന്തായിരുന്നു? വി ആയിരുന്നു അല്ലെ. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്താണ്? യു ആയിരുന്നു അല്ലെ. അപ്പൊ എന്താണ്? എം ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ. ഏതൊക്കെയാണ് രണ്ട് ഇക്വേഷൻ? എം ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. M is equal to V by U അല്ലെ, ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് രണ്ടും സെയിം ആണ് അല്ലെ. ഇതിന്റെയും RHS സെയിം ആണ്, LHS എന്താണ്? സെയിം ആണ് അല്ലെ. അപ്പോൾ ഇതും മാഗ്നിഫിക്കേഷൻ ആണ് സൂചിപ്പിക്കുന്നത്, ഇതും മാഗ്നിഫിക്കേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു. അപ്പൊ ഒന്നുകൂടി നോക്കാം നമുക്ക്. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് അല്ലെ. അതിന് യൂണിറ്റ് ഉണ്ടോ? ഇല്ല, യൂണിറ്റ് ഇല്ല. കാരണം എന്താ? മേലെയും താഴെയും ഹൈറ്റ് ആണ് അല്ലെ. അതുപോലെ മേലെയും താഴെ എന്താ? ഡിസ്റ്റൻസ് ആണ് അല്ലെ. രണ്ടിന്റെയും യൂണിറ്റ് സെയിം. അപ്പൊ എന്താവും? വെട്ടിപ്പോവും അല്ലെ. യൂണിറ്റുകൾ തമ്മിൽ വെട്ടിയിട്ട് പോവും. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ബൈ ഡിസ്റ്റൻസ് ടു ദി ഒബ്ജക്റ്റ് ആണ്. ഇക്വേഷൻ എന്താണ്? എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിന് പ്രോബ്ലം ചോദിക്കാനൊക്കെ ചോദിക്കും. According to Cartesian sign convention, it can be understood that the image is erect if magnification is positive and the image is inverted if magnification is negative. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ആണെന്ന് വിചാരിക്കും, എച്ച് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാ കാണാം? എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ അല്ലെ. എച്ച് ഐ ബൈ എച്ച് ഒ എന്താ? 6 ബൈ 3 ഇസ് ഈക്വൽ ടു
2. ഓക്കെ, 2 കിട്ടി. ഇനി അടുത്തത് എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ -6ഉം എച്ച് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയാ കാണാം? എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ, ദാറ്റ് ഈസ് ഈക്വൽ ടു -6/3 ഈക്വൽ ടു -2 അല്ലെ? -2. ഇവിടെ നോക്ക് +2 ആണ് കിട്ടിയിട്ടുള്ളത്, ഇവിടെയോ -2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മളുടെ ഈ മാഗ്നിഫിക്കേഷൻ അല്ലെ, നമ്മളുടെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ, എന്താണ്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാ കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാ കിട്ടിയെങ്കിൽ ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും. എന്ത് പോസിറ്റീവും നെഗറ്റീവും? മാഗ്നിഫിക്കേഷൻ. എന്താണ്? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടഡും ആയിരിക്കും. അതാണ് ഈ ഒരു പൊസിഷനിൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്താ? According to Cartesian sign convention, it can be understood that the image is erect if magnification is positive and the image is inverted if magnification is negative. Calculate the magnification using the measurements in the figure 2.23 and write down the characteristics. നമുക്ക് നോക്കാം 2.23 നോക്കിയിട്ട് എന്താ മാഗ്നിഫിക്കേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദാ ഇതില് അല്ലെ, ഈ ഒരു ചിത്രം നോക്കിയിട്ട് മാഗ്നിഫിക്കേഷൻ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാ ഉള്ളത്? നമുക്ക് ഈ ഒരു ചിത്രം ഞാൻ താഴേക്ക് മാറ്റി വരക്കാം. അപ്പൊ നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ മേലോട്ടേക്ക് വന്ന് നോക്കണ്ടല്ലോ. അപ്പൊ 90 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ അല്ലേ? ഓക്കെ, 1.8ഉം 0.6ഉം ഇവിടെ വരക്കുന്നുണ്ട് ഞാന്. നമ്മളുടെ കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഒപ്റ്റിക് സെന്റർ ഉണ്ട്, ഒപ്റ്റിക് ആക്സിസ് ഉണ്ട്. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എത്രയാണ്? 90 ആണ് അല്ലെ? എത്രയാണ്? 90 സെന്റിമീറ്റർ ആണ്. ഇമേജിലേക്കുള്ള ദൂരം എത്ര തന്നിട്ടുള്ളത്? ഇമേജിലേക്കുള്ള ദൂരം എത്രയാണ്? 30 അല്ലെ? 30 സെന്റിമീറ്ററും ആണ്. ഒബ്ജക്റ്റ് ഹൈറ്റ് എത്രയാ? 1.8ഉം ഇതിന്റെ ഹൈറ്റ് എത്രയാ? 0.6ഉം. ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ നമ്മളുടെ ചിത്രം? നമുക്ക് നോക്കാം, ഒരു മിനിറ്റ്, നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ചിത്രം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ചിത്രത്തിൽ നിന്ന് മാഗ്നിഫിക്കേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താ? എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ, അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു വി ബൈ യു. ഇതിലേതെങ്കിലും ഒന്ന് കണ്ടാൽ മതി അല്ലെ? ഇനി എച്ച് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇമേജിന്റെ അല്ലെ? ഇമേജിന്റെ ഹൈറ്റ് ആണ്. ഇമേജിന്റെ ഹൈറ്റ് എങ്ങനെയാണുള്ളത്? 0.6 ആണ് അല്ലെ? എച്ച് ഐ എത്രയാണ്? 0.6 ആണ്. 0.6 ആണ്. 0.6. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? തല കുത്തനെ ഉള്ളത് അല്ലെ? ഇൻവേർട്ടഡ് ആയിട്ടല്ലേ ഉള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിക് ആക്സിസിന് താഴോട്ടാണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതെന്തായിരിക്കും? മൈനസ് ആയിരിക്കും അല്ലെ? എച്ച് ഒ എന്താണ് കിട്ടിയിട്ടുള്ളത്? എച്ച് ഒ എത്രയാ? 1.8 അല്ലെ? 1.8ഉമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഫസ്റ്റിന്റെ. ഇനി വി എന്താ കിട്ടിയിട്ടുള്ളത്? വി എത്ര കിട്ടിയിട്ടുള്ളത്? നമ്മളുടെ ഇതെന്താ? ഇൻസിഡന്റ് റേ ആണ് അല്ലെ? ഇൻസിഡന്റ് റേന്റെ സെയിം ഡയറക്ഷനിലേക്ക് തന്നെയാണ് ആരുള്ളത്? ഇമേജിന്റെ ഇതും ഉള്ളത് അല്ലെ? അപ്പോ വി എത്ര കിട്ടുക? 30 സെന്റിമീറ്റർ. യു എത്രയായിരിക്കും നമുക്ക് കിട്ടുക? ഇൻസിഡന്റ് റേ ഇങ്ങനെ നമ്മൾ അളക്കുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക്, അപ്പൊ ഓപ്പോസിറ്റ് ആണ് അല്ലെ? അപ്പൊ -90 സെന്റിമീറ്റർ. ഈ സൈൻ കൺവെൻഷൻ ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡിൽ പോയത്. അപ്പൊ വിയും കിട്ടി, യുവും കിട്ടി, എച്ച് ഐയും കിട്ടി, എച്ച് ഒയും കിട്ടി അല്ലെ? ഇനി എന്ത് ചെയ്യണം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എം ഈസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. എച്ച് ഐ എത്രയാ? -0.6 അല്ലെ? -0.6. ഒറ്റൊരു മിനിറ്റ്, ഇവിടെ എഴുതാനായിട്ട് പറ്റുന്നില്ല.
എം ഈസ് ഈക്വൽ ടു HI/HO is equal to -0.6 divided by 1.8 അല്ലേ. HO എത്ര? 1.8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ കിട്ടുക? -1/3. അതുപോലെ തന്നെ M ഈസ് ഈക്വൽ ടു V/U ഉണ്ടല്ലോ. V എത്രയാ? 30 അല്ലേ. 30 ഡിവൈഡഡ് ബൈ U എത്രയാ? -90 അല്ലേ. -90 is equal to -1/3. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാ കിട്ടുന്നത്? സെയിം തന്നെയാണ് കിട്ടുന്നത് അല്ലെ. ഒരു നെഗറ്റീവ് ചിഹ്നവും ഉണ്ട് അല്ലെ. ഒരു നെഗറ്റീവ് ചിഹ്നവും ഉണ്ട് നമുക്കിവിടെ. അപ്പോ നമ്മളുടെ മാഗ്നിഫിക്കേഷൻ കിട്ടിയത് -1/3 ആണ്. 1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-നേക്കാൾ ചെറുതാണല്ലോ അല്ലെ. 1-നേക്കാൾ ചെറുതാണ്. അപ്പോ 1-നേക്കാൾ ചെറിയ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 1-നേക്കാൾ ചെറിയ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ് എന്ന് പറയാം. എന്താണ്? ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ് എന്ന് പറയാം. അതുപോലെ ഈ നെഗറ്റീവ് സൈൻ ഉണ്ടല്ലോ ഇവിടെ അല്ലെ. ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇമേജ് ഇൻവേർട്ടഡ് ആണ് അല്ലെ. ഇമേജ് ഇൻവേർട്ടഡ് ആണ്. പിന്നെന്താണ്? റിയലും ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിപ്പോ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ്? 1-നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ വലുതാണ് എന്ന് പറയാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 1 ആണ് കിട്ടിയത് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജ് സൈസും എന്തായിരിക്കും? സെയിം ആണെന്ന് പറയാം. മാഗ്നിഫിക്കേഷൻ 1 കിട്ടിക്കഴിഞ്ഞാൽ. മാഗ്നിഫിക്കേഷൻ <1 ആണെങ്കിലോ, 1-നേക്കാൾ ചെറുതാണെങ്കിൽ എന്തായിരിക്കും? <1 ആണെങ്കിൽ എന്തായിരിക്കും? ഒബ്ജക്റ്റ് സൈസും ഇമേജ് സൈസും ഉണ്ട് അല്ലെ. 1-നേക്കാൾ ചെറുതാണെങ്കിൽ ആരായിരിക്കും വലുത്? ഒബ്ജക്റ്റ് ആയിരിക്കും വലുത് അല്ലെ. 1-നേക്കാൾ വലുതാണെങ്കിലോ, <1 ആണെങ്കിലോ ആരായിരിക്കും വലുത്? ഇമേജ് ആയിരിക്കും വലുത് അല്ലെ. അപ്പോ മനസ്സിലാക്കി വെക്കാം. 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതാണ്. 1-നേക്കാൾ വലുതാണ് മാഗ്നിഫിക്കേഷൻ കിട്ടിയതെങ്കിൽ ഇമേജ് ആയിരിക്കും ഒബ്ജക്റ്റിനേക്കാളും വലുത്. M 1 കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും സെയിം ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിക്കും. നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡും ആയിരിക്കും, റിയലും ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാ കിട്ടിയതെങ്കിൽ അത് ഇറക്റ്റും വെർച്വലും ആയിരിക്കും. അപ്പൊ മാഗ്നിഫിക്കേഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇത്രയും. ഫസ്റ്റ് പഠിക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ്. M ഈസ് ഈക്വൽ ടു HI/HO യും M ഈസ് ഈക്വൽ ടു V/U. ഈ 2 ഇക്വേഷൻ പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. എന്ത്? മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും. മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ വലുതാണെങ്കിൽ ഇമേജ് ആയിരിക്കും ഒബ്ജക്റ്റിനേക്കാൾ വലുത്. മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിലോ അത് ഇറക്റ്റ് ആയിരിക്കും, വെർച്വലും ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാഗ്നിഫിക്കേഷനിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ആസ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ. കംപ്ലീറ്റ് table 2.7 by considering the relation of magnification with the nature of the image. ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നാച്ചർ ഓഫ് ദി ഇമേജും തന്നിട്ടുണ്ട്, സൈൻ ഓഫ് മാഗ്നിഫിക്കേഷനും തന്നിട്ടുണ്ട്. ഇറക്റ്റ് ആണെങ്കിൽ നമ്മളുടെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു അല്ലെ. ഇൻവേർട്ടഡ് ആണെങ്കിൽ നമ്മളുടെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരുന്നു. റിയൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. വെർച്വൽ ആണെങ്കിൽ പോസിറ്റീവും ആണ് അല്ലെ. ഇറക്റ്റും വെർച്വലും ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ഇൻവേർട്ടഡും റിയലും ആണെങ്കിൽ എന്താണ്? നെഗറ്റീവും ആണ് അല്ലെ. അതല്ലേ നമ്മളിപ്പോ ജസ്റ്റ് മുന്നേ കണ്ടത് അല്ലെ. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ട്. ആ 2 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an object of height
2 centimeter, an object of height 2 centimeter is placed on the optic axis at a distance of 12 centimeter from the optic center of a convex lens. ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഇസ് 6 സെന്റിമീറ്റർ. ആദ്യം ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 2 സെന്റിമീറ്റർ അല്ലെ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അതെന്താണ്? HO അല്ലെ. HO എത്രയാണ് തന്നിട്ടുള്ളത്? 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 സെന്റിമീറ്റർ. ആരെയാ പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഒബ്ജക്റ്റിനെയാണ് അല്ലെ. ഒബ്ജക്റ്റിന്റെ എത്ര ദൂരത്തേക്കാ വെച്ചിട്ടുള്ളത്? 12 സെന്റിമീറ്റർ. അപ്പൊ എന്താണ്? യു എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 12 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. യു എത്ര തന്നിട്ടുള്ളത്? 12 സെന്റിമീറ്റർ ഫ്രം ദി ഒപ്റ്റിക് സെന്റർ ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് ലെൻസ് 6 സെന്റിമീറ്റർ. എഫ് എത്രയാ തന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിനൊക്കെ നമ്മൾ സൈന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ചിട്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ചിട്ട് നമ്മൾ സൈന് കൊടുക്കണം. അത് നമുക്ക് കൊടുക്കാം. നോക്കാം. ഡ്രോ എ റേ ഡയഗ്രാം ബേസ്ഡ് ഓൺ ദ ഗിവൺ മെഷർമെന്റ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് അല്ലെ. എന്താണ്? ഡ്രോ എ റേ ഡയഗ്രാം. റേ ഡയഗ്രാം വരക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ലെൻസ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. ആദ്യം നമുക്ക് എന്താ? ഒരു കോൺവെക്സ് ലെൻസ് വരക്കാം അല്ലെ. ഒരു കോൺവെക്സ് ലെൻസ് വരച്ചു. എല്ലാം മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ. ഒപ്റ്റിക് സെന്റർ ഉണ്ട്, ഫോക്കസുകൾ ഉണ്ട് അല്ലെ. ഫോക്കസുകൾ ഉണ്ട് 2Fഉം Fഉം അല്ലെ. ഓക്കെ, ഫോക്കസുകളും മാർക്ക് ചെയ്ത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? an object of height 2 centimeter is placed on the optic axis at a distance of 12 centimeter from the optic center അല്ലെ. 12 സെന്റിമീറ്റർ അകലെയാണ് ആരെ വെച്ചിട്ടുള്ളത്? ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്ക്, ഫോക്കസ് അല്ലെ. ഫോക്കൽ ലെങ്ത് എത്ര തന്നിട്ടുള്ളത്? 6 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എത്രയായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എത്രയാ? 6 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 6 സെന്റിമീറ്റർ ആണ്. അപ്പോ ഒബ്ജക്റ്റിന് എവിടെയാ വെച്ചേ? അതിന്റെ ഇരട്ടി അല്ലെ. 6ന്റെ ഡബിൾ അല്ലേ 12. അപ്പോ 6ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2Fലായിരിക്കും അല്ലെ വെച്ചിട്ടുണ്ടാവുക. എവിടെയാ വെച്ചിട്ടുണ്ടാവുക? 2Fലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. കാരണം ഇവിടം വരെ അല്ലെ. ഇവിടം വരെ എത്രയാ? 6. ഇവിടം വരെ എന്താ? 6. അപ്പൊ 6 + 6 12 അല്ലെ. അപ്പൊ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ച് അല്ലെ. ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ച്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്ര തന്നിട്ടുള്ളത്? 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്താ നോക്കാനുള്ളത്? നമുക്ക് സൈൻ കൊടുക്കണം അല്ലെ. ഈ ഒബ്ജക്റ്റിൽ നിന്ന് റേ എങ്ങനെയാ ഇൻസിഡന്റ് ചെയ്യുക? ഇങ്ങനെ അല്ലെ. റേ ഇങ്ങനെയാണ് ഇൻസിഡന്റ് ചെയ്യുക. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എവിടെ നിന്ന് എവിടത്തേക്കാ നമ്മൾ എടുക്കുക? ഇവിടെ നിന്ന് ഇവിടത്തേക്ക് അല്ലെ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എടുക്കുക. അപ്പൊ എന്തായിരിക്കും? യു എന്തായിരിക്കും? -12 ആയിരിക്കും അല്ലെ. യു എന്തായിരിക്കും? -12 എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ ഇൻസിഡന്റ് റേ പോകുന്നത്. ഫോക്കൽ ലെങ്ത് എങ്ങനെയാ നമ്മൾ കൂട്ടുക? ഇവിടെ നിന്ന് ഇവിടത്തേക്ക് അല്ലെ. എന്താണ്? ഇവിടെ നിന്ന് ഇവിടത്തേക്ക്. അപ്പൊ എന്തായിരിക്കും? ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. ഇങ്ങനെ നോക്കണമെന്നും ഇല്ല, പക്ഷെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും അല്ലെ. എപ്പോഴും കോൺകേവിന്റെ ആണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമുക്കിനി റേ ഡയഗ്രാം വരക്കാം. ഇവിടുന്ന് എന്താവും? ഒരു റേ പാരലായിട്ട് പോകും അല്ലെ. ഒരു റേ പാരലായിട്ട് പോകും. പാരലായിട്ട് പോകുന്ന റേ ഏതിലൂടെയാ കടന്നു പോവാ? ഫോക്കസിലൂടെയാണ് കടന്നു പോവാ അല്ലെ. ഫോക്കസിലൂടെ കടന്ന് പോയി. നിങ്ങൾ സ്കെയിലൊക്കെ വരക്കണേ, ഇല്ലെങ്കിൽ ഞാൻ വരക്കുന്ന പോലെ വളഞ്ഞു പോട്ടോ. ഫോക്കസിലൂടെ കടന്നുപോയി. അടുത്തത് ഏതിലൂടെ? അപ്പൊ ഒപ്റ്റിക് സെന്ററിലൂടെ അല്ലെ. ഏതിലൂടെ? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്ന് പോവും അല്ലെ. സ്കെയില് വെച്ച് വരക്കണേ മക്കളെ കേട്ടോ, ഇല്ലെ വളഞ്ഞു പോവും, കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ഓക്കെ, ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നതാണെങ്കിൽ ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ കടന്നു പോകും. ഇനിയിപ്പോൾ ഇത് എവിടെയാ വന്ന് മുട്ടിയിട്ടുള്ളത്? ഈ ഒരു പോയിന്റിലാണ് വന്ന് മുട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഇമേജ് എവിടെ കിട്ടും? ഇവിടെ കിട്ടും അല്ലെ. ഇമേജ് ഇവിടെ കിട്ടും. ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് ഇവിടെയും ആണ് ഉള്ളത്. അപ്പോ
ഇതാണ് നമ്മളുടെ റേ ഡയഗ്രാം അല്ലെ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. 2Fലാണ് ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ 2Fലായിരിക്കും നമുക്ക് ഇമേജിനെ കിട്ടുക. പക്ഷെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, നമുക്ക് കുറച്ച് വാല്യൂസ് തന്നില്ല. വാല്യൂസ് തന്നതിന് ശേഷം നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ചെയ്തതാണിത് അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമേജ് എവിടെയാ കിട്ടിയത്? 2Fൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും എങ്ങനെയാണുള്ളത്? ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും എന്താണ്? സെയിം ആണ് അല്ലെ. റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ചിത്രം ഒന്ന് മായ്ച്ചിട്ട് ഞാൻ എഴുതി തരട്ടെ. ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? എവിടെയാ ഫോം ചെയ്തത്? ഫോംഡ് അറ്റ് 2F അല്ലെ. ഫോംഡ് അറ്റ് 2F അല്ലെ. ആര്? ഇമേജ് ഫോം ചെയ്തത് എവിടെയാ? 2Fലാണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. പിന്നെ അടുത്ത എന്താ? സെയിം സൈസ് ആണ് അല്ലെ. ഒബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെയാണ് ആരും ഉള്ളത്? ഇമേജും ഉള്ളത്. പിന്നെ എന്താ? തല കുത്തനായിരുന്നു ഉള്ളത് അല്ലെ. ഇൻവേർട്ടഡ് ആയിട്ടായിരുന്നു ഇമേജ് ഉള്ളത്. പിന്നെ എന്താ? റിയലും ആണ് അല്ലെ. ഇൻവേർട്ടഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? റിയലും ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് അല്ലെ. എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ആണ് ഇത്. Calculate the magnification by measuring the height of the image. Height of the image കണ്ടുപിടിച്ചതിന് ശേഷം മാഗ്നിഫിക്കേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈറ്റ് ഓഫ് ദ ഇമേജ്, അതായത് HI/HO is equal to V/U is equal to M ആണ് എന്നറിയാലോ അല്ലെ. HI/HO is equal to V/U equal to M ആണ് എന്നറിയാം. ഇനിയിപ്പൊ നമുക്ക് യു എത്രയാ തന്നിട്ടുള്ളത്? -12 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. വി എത്രയാ തന്നിട്ടുള്ളത്? വി നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളുടെ ലെൻസ് ഉണ്ട് ഇവിടെ. എഫ് 2F. നമ്മളുടെ ഒബ്ജക്റ്റ് ഇവിടെയായിരുന്നു വെച്ചിട്ടുള്ളത് അല്ലെ. ഒബ്ജക്റ്റ് ഇവിടെയായിരുന്നു വെച്ചിട്ടുള്ളത്. ഈ റേ ഡയഗ്രാം തന്നെയാണ് കേട്ടോ നമ്മൾ മുന്നേലും വരച്ചത്. ഇമേജ് ഫോം ചെയ്തതും എവിടെ തന്നെയാണ്? 2Fലാണ്. ഒബ്ജക്റ്റ് വെച്ചതും 2Fലാണ്. അപ്പോ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്രയായിരുന്നു? 12 സെന്റിമീറ്റർ ആയിരുന്നു. ഇവിടുന്ന് ഇവിടത്തേക്കും 12 സെന്റിമീറ്റർ ആയിരുന്നു. ഇൻസിഡന്റ് റേന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ളത് -12ഉം ഇങ്ങോട്ടേക്കുള്ളത് +12ഉം ആയിരിക്കും. അപ്പൊ വി എന്താണ് കിട്ടിയിട്ടുള്ളത്? +12 ആണ്. യു എന്താണ്? -12ഉം ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വി എത്രയാ? 12 അല്ലെ. 12 ഡിവൈഡഡ് ബൈ യു എത്രയാ? -12 ആണ് അല്ലെ. -12 is equal to HI, ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയാ? 2 ആണ് അല്ലെ. സോറി, ഹൈറ്റ് ഓഫ് ദി ഇമേജ് അറിയില്ല. അപ്പൊ HI ഡിവൈഡഡ് ബൈ HO എത്രയാ? 2 ആണ് അല്ലെ. 2 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാ? 12/12 എത്രയാ വരിക? -1 ആണ് അല്ലെ വരിക. -1 ഈസ് ഈക്വൽ ടു HI/2. ഇനി HI എങ്ങനെയാ കാണി? 2നെ ഇപ്പുറം എടുക്കാം അല്ലെ. അപ്പൊ എന്ത് വരും? -1 × 2 ഈസ് ഈക്വൽ ടു HI അല്ലെ. അപ്പൊ HI ഈസ് ഈക്വൽ ടു -2 അല്ലെ. HI എത്രയാ കിട്ടിയിട്ടുള്ളത്? -2 ആണ്. HI എത്രയാ? -2 ആണ്. HO എത്രയാണ്? 2 ആണ്. അങ്ങനെയാണ് നമുക്ക് ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുകൂടെ. അപ്പോ M ഈസ് ഈക്വൽ ടു HI/HO. HI എത്രയാ കിട്ടിയിട്ടുള്ളത്? -2 അല്ലെ. -2 ഡിവൈഡഡ് ബൈ HO എത്രയാ? 2 അല്ലെ. -2/2 എത്രയാ? -1 അല്ലെ. -1. ഈ മൈനസ് എന്തിനാ സൂചിപ്പിക്കുന്നത്? ഇമേജ് ഇൻവേർട്ടഡ് ആണ് അല്ലെ. എന്താണ്? ഇൻവേർട്ടഡ് ആണ് അല്ലെ. ഇൻവേർട്ടഡ് ആണ്, റിയലും ആണ്. പിന്നെ ഈ 1 എന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ 1 കിട്ടിയതെങ്കിൽ സെയിം സൈസ് ആയിരിക്കും അല്ലെ. ഒബ്ജക്റ്റിനും ഇമേജിനും സെയിം സൈസ് ആയിരിക്കും. പക്ഷെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണല്ലോ ഉള്ളത് അല്ലെ. ഒബ്ജക്റ്റിനും ഇമേജിനും എന്താ? സെയിം സൈസ് ആണ് അല്ലെ. 2 സെന്റിമീറ്റർ ആണ് അല്ലെ രണ്ടിന്റെയും ഹൈറ്റ്. പക്ഷെങ്കിൽ സൈന് മാത്രം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തെഴുതി എന്നതിന് ശേഷം നമ്മൾ റേ ഡയഗ്രാം വരച്ചിട്ടുണ്ട് അല്ലെ. റേ ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ മാഗ്നിഫിക്കേഷൻ ഒക്കെ കാണുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ല? ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോൺകേവ് ലെൻസ് ഹാസ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 20 സെന്റിമീറ്റർ. An object of height 2 centimeter is placed at a distance 30 centimeter from the lens on the optic axis. ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം. എന്താ തന്നിട്ടുള്ളത്? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ. എന്തിൻ്റെയാണ്? കോൺകേവ് ലെൻസിന്റെ ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു അല്ലെ. അപ്പൊ -20 സെന്റിമീറ്റർ. An object of height 2 centimeter is placed at a distance 30 centimeter അല്ലെ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാ തന്നിട്ടുള്ളത്? 2 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് ഉള്ള ദൂരം എത്രയാ തന്നിട്ടുള്ളത്? 30 സെന്റിമീറ്റർ അല്ലെ. അപ്പോൾ യു എത്രയാ തന്നിട്ടുള്ളത്? 30 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ്. എന്താണ്? ഇമേജിലേക്കുള്ള ദൂരം അല്ലെ. ഇമേജിലേക്കുള്ള ദൂരം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാ നമ്മൾ കാണുക? ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു കോൺകേവ് ലെൻസ് വരക്കാം. ഒരു കോൺകേവ് ലെൻസ് വരച്ചിട്ടുണ്ട്. ഒപ്റ്റിക് ആക്സിസ് ഉണ്ട്, ഒപ്റ്റിക് സെന്റർ ഉണ്ട്, നമുക്ക് എന്തുണ്ട്? ഫോക്കസും കൂടി ഉണ്ട് അല്ലെ. ഫോക്കസും കൂടി ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ നിന്നാണോ നമ്മളുടെ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെയാണ്, ആ സെയിം സൈഡിൽ തന്നെയാണ് നമ്മളുടെ ഇമേജും ഫോം ചെയ്യുക അല്ലെ. കോൺകേവ് ലെൻസിന്റെ കാരണം എന്താ? അതൊരു വെർച്വൽ ഫോക്കസ് ആണ്, വെർച്വൽ ഇമേജും ആണ് അല്ലെ തരാം. അപ്പൊ നമുക്ക് ഏകദേശം ഈ ഒരു സൈഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ സൈഡ് വേണേൽ ഈ സൈഡ് എടുക്കാം, ഈ സൈഡ് വേണേൽ ഈ സൈഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സൈഡ് എടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണല്ലോ ഈ 20 അല്ലെ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 20 സെന്റിമീറ്റർ ആണ്. ഇനി യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഏകദേശം 30 സെന്റിമീറ്ററിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടം വരെ 30 ആണെങ്കിൽ ഏകദേശം ഇവിടം വരെ എത്രയായിരിക്കും? 30 ആയിരിക്കും അല്ലെ. ഇവിടം വരെ 20 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ 30 എടുക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഇവിടം വരെ എന്തായി? 30 സെന്റിമീറ്റർ ആയി. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റ് ഇവിടെയാണ് നമുക്ക് ജസ്റ്റ് വെച്ച്. ഈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാ? 2 സെന്റിമീറ്റർ ആണ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ എങ്ങനെയാ പോവാ? ഇങ്ങോട്ടേക്കാണ് അല്ലെ പോവാ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അളക്കുന്നത് കൊണ്ട് ഫോക്കസ് എത്രയായി? -20 ആയി അല്ലെ. അതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ, അതെങ്ങനെയാ നമ്മൾ അളക്കുക? ഇങ്ങോട്ടേക്കാ അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും? യു എന്തായിരിക്കും? -30 ആയിരിക്കും അല്ലെ. യു എന്തായിരിക്കും? -30 ആയിരിക്കും. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഒരു റേ അല്ലെ, ഇതെന്ത് ചെയ്യും? ഇങ്ങനെ പോവും അല്ലെ. പാരലൽ ആയിട്ട് പോകുന്നത് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. എന്നിട്ട് അത് ഫോക്കസിലൂടെയാണ് പോവുക അല്ലെ. ഫോക്കസിലൂടെയാണ് പോവുക. പിന്നെയോ ഒപ്റ്റിക് സെന്റർ അല്ലെ. എന്താണ്? ഒപ്റ്റിക് സെന്ററിലുള്ള ഇവിടെ പോകുന്നത് ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോകും. അപ്പൊ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് കൂട്ടിമുട്ടുക അല്ലെ. ഏകദേശം ഈ ഒരു പോയിന്റിലാണ് നമുക്ക് കൂട്ടിമുട്ടുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ആയിരിക്കും നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺകേവ് ലെൻസിൽ എവിടെ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇമേജ് ഫോം ചെയ്യുക എവിടെയാണ്? ലെൻസിന്റെയും ഫോക്കസിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ് അല്ലെ. എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ്. അപ്പൊ നമുക്കിവിടെ എന്താ കാണേണ്ടത്? യു ആണോ കാണേണ്ടത് അല്ലെ വി ആണോ കാണേണ്ടത്? ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പൊ നമുക്ക് കാണേണ്ടത് വി ആണ് അല്ലെ. വി കാണാൻ എന്താ ഇക്വേഷനിൽ നമ്മളുടെ ലെൻസ് ഫോർമുല അല്ലെ. 1/f = 1/v - 1/u അല്ലെ. എഫ് എത്രയായിരുന്നു നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്? 20 അല്ലെ. 20 കോൺകേവ് ആയതുകൊണ്ട് -20 ആണ് അല്ലെ. അപ്പോൾ 1/-20 = 1/v - 1/u. യു എത്രയാ? 30 സെന്റിമീറ്റർ. സൈൻ ഏതായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു അല്ലെ. അപ്പോൾ -30. ഇനി എന്താ? മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലെ. അപ്പൊ ഇവിടെ പ്ലസ് ആവും അല്ലെ. അപ്പോ -1/20 = 1/v + 1/30 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? വി ആണ് കാണേണ്ടത്. അപ്പൊ വിനെ ഇവിടെ വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താവും? ഇവിടെ പ്ലസ് ആയിരുന്നു അല്ലെ. ഇപ്പുറം എത്തുമ്പോൾ അത് മൈനസ് ആവും. അപ്പൊ -1/20 - 1/30 = 1/v എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? LCM ശരിയാക്കണം അല്ലെ. ഇവിടുത്തെ LCM എത്ര വരിക? 60 ആണ് അല്ലെ. വരിക എത്ര? 60 ആണ് വരിക. അപ്പോ ഇവിടെ 60 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? × 3 ചെയ്യണം അല്ലെ. അപ്പൊ മേലെ എന്ത് ചെയ്യണം? × 3.
ഇവിടെയോ ഇൻറ്റു 2, ഇവിടെയും ഇൻറ്റു 2. അപ്പൊ എന്ത് വരും? -3 - 2 = 1/v അല്ലെ. -3 - 2 എത്രയാ? -5/60 = 1/v. ഇനി എന്ത് ചെയ്യണം? v ആ കണ്ടത് അല്ലെ, അപ്പൊ നേരെ തിരിച്ചിടണം അല്ലെ. അപ്പൊ v മേലെ വരും, അപ്പൊ 60 മേലെ വരും, -5 താഴെയും വരും. അപ്പൊ എന്ത് വരും? -60 / 5 = v. അപ്പൊ 60/5 എത്രയാണ്? 12 ആണ് അല്ലെ. അപ്പൊ -12 = v. അപ്പൊ v എത്രയാണ് കിട്ടിയിട്ടുള്ളത്? -12 സെന്റിമീറ്റർ അല്ലെ. -12 സെന്റിമീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ v നമുക്ക് കിട്ടി അല്ലെ. ഡിസ്റ്റൻസ് ഫ്രം ദി ലെൻസ് ടു ദി ഇമേജ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഏതാ നമുക്ക് കാണാനായിട്ടുള്ളത്? ഹൗ മച്ച് വിൽ ദ മാഗ്നിഫിക്കേഷൻ ബി? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് അല്ലെ. മാഗ്നിഫിക്കേഷൻ ആണ് കാണേണ്ടത്. മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്താ? m = v/u അല്ലെങ്കിൽ hi/ho ആണ് അല്ലെ. നമുക്കിവിടെ HO ഉണ്ട് അല്ലെ, 2 ഉണ്ട്, HI ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് യൂസ് ചെയ്യണ്ട. പിന്നെ v/u നമുക്ക് സുഖമായിട്ട് എഴുതാം അല്ലെ. u ഉണ്ട്, v നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച -12 സെന്റിമീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m = v/u. v എത്രയാ കിട്ടിയിട്ടുള്ളത്? -12 / u എത്രയാണ്? -30 അല്ലെ. അപ്പൊ എന്ത് വരും? മൈനസും മൈനസും പ്ലസ് ആവും. അപ്പൊ 12 / 30 എന്ന് കിട്ടും. 12/30 ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമുക്ക് കിട്ടാം? 12 30 പോവില്ല, അപ്പൊ 0 അല്ലെ. അപ്പൊ 0 ഇട്ട് 12. ഇനി എന്ത് ചെയ്യാ? ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം ഒരു 0നെ ഇറക്കിയിടാം അല്ലെ. 30 120 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം അല്ലെ. അപ്പൊ 4 × 30 120 അല്ലെ, 120. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടിയിട്ടുള്ളത്? 0.4 അല്ലെ, 0.4. മാഗ്നിഫിക്കേഷൻ എത്ര കിട്ടിയിട്ടുള്ളത്? 0.4 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഈ മാഗ്നിഫിക്കേഷൻ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുമ്പോൾ എന്ത് പറയാം? അതൊരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും അല്ലെ. ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. പിന്നെ എന്താണ്? വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലെ. ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും. പിന്നെ എന്താ? 1നേക്കാൾ ചെറുതാണ് അല്ലെ. 1നേക്കാൾ ചെറുതാണ് ഈ 0.4. അപ്പൊ എന്താണ്? നമ്മളുടെ ഇമേജ് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും അല്ലെ. ഇമേജ് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. 1നേക്കാൾ കൂടുതലാണെങ്കിലോ, 1നേക്കാൾ കൂടുതലാണെങ്കിൽ മാഗ്നിഫൈഡ് ആയിരിക്കും അല്ലെ. ഈക്വൽ ടു 1 ആണെങ്കിലോ ഒബ്ജക്ട് സൈസും ഇമേജ് സൈസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ +0.4 ആണ് കിട്ടിയത്. പ്ലസ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇറക്റ്റ് ആയിട്ടാണുള്ളത് അല്ലെ. ഇറക്റ്റ് ആയിട്ടാണുള്ളത്, ഇൻവേർട്ടഡ് ആയിട്ട് അല്ല. ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ്. പിന്നെ 0.4 കിട്ടിയത് കൊണ്ട് എന്താണ്? സൈസ് എന്താ? ചെറുതായിരിക്കും, അതുകൊണ്ട് ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാഗ്നിഫിക്കേഷനെ കുറിച്ചായിരുന്നു. മാഗ്നിഫിക്കേഷന് 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 2 പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.